അപ്പോൾ ഞങ്ങൾ എവിടെ പോകാമെന്നറിയില്ല. അപ്പോൾ ഞങ്ങളിന്ന് ചോറ്റാനിക്കിലേക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെല്ലണ വഴി മുല്ലപ്പൂ വാങ്ങിച്ച് അമ്മൂന് കുത്തി കൊടുത്തു. പിന്നെ അമ്മു എനിക്കും കുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ കുത്തി തന്ന അമ്മ കേട്ടോ. അമ്മൂന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എനിക്കും പണ്ട് പൂ ചൂടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടിരുന്ന സമയത്തൊക്കെ തലയിൽ നിറച്ചും പൂ ചൂടിയ പൂവുകളാഞ്ഞ്. അന്ന് കൂടുതലും മുല്ലപ്പൂ അല്ല മറ്റേ കനകാമ്പരം ഇല്ലേ അതാട്ടാ. അതിൻ്റെ കൂടെ മുല്ലപ്പൂവും കെട്ടും. പക്ഷെ മുല്ലപ്പൂ അധികം ഉണ്ടാവില്ല, കുറവായിരുന്നു. അപ്പോൾ കനകാമ്പരം നിറച്ചും ഉണ്ടാവും. അപ്പോൾ ഇടകലർത്തി കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് പൂ ചൂടാൻ. പിന്നെ ഇപ്പോഴൊക്കെ അല്ലേ പൂ ചൂടാതെയൊക്കെ ആയത്. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ചോറ്റാനിക്കരെ. അതുകൊണ്ട് അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ. അത് കണ്ട നല്ല ക്യൂ ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ അപ്പോൾ വാതിക്കയിൽ ഇന്ന് തൊഴുത്. മിക്കവാറും ഞങ്ങൾ ചെല്ലുമ്പോൾ അകത്ത് കയറാറുണ്ട്. ഞാൻ മിക്കവാറും വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അങ്ങനെ പോകണം. അവിടെ ചൊവ്വയും വെള്ളിയല്ല വിശേഷം ദേവിയുടെ. അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ ഏട്ടനാട്ടെ എനിക്ക് ചന്ദനം തൊട്ട് തന്നെ. മിക്കവാറും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഏട്ടനാട്ടെ എനിക്ക് ചന്ദനം തൊട്ട് തന്നെ. ആ കൂടെ സിന്ദൂരം തൊട്ട് തന്നെ. ഇനി മേലിലോട്ട് കയറി പോരും കേട്ടോ. താഴത്ത് പോയി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ട് കണ്ട. ഒരുവിധം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മാർച്ച് 2 തീയതി മകം എനിക്കകത്താന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്ക്. ഇത്ര ആളുകൾ സാധാരണ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ അകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങൾ ബർത്ത്ഡേയും കൂടി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയെല്ലാം തൊഴുതിട്ട് പോരാന്നോർത്ത് ഇനി വേറൊരു ദിവസം പോകാമെന്നോർത്ത്. ഈ പ്രാവശ്യം ഇതുപോലെ എനിക്ക് മകം തൊഴാൻ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കില്ലെന്ന് ദൈവത്തിനറിയാം. ദേവി നടത്തി തരുമെങ്കിൽ നടത്തി തരട്ടെ, പറ്റുമെങ്കിൽ പോകും. അപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പോകുന്നു. ഇനി പോകുന്ന വഴി വേറെ പണിയുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിയപ്പോൾ ഒരു ടോയ് കട കണ്ടായിരുന്നു. ടോയ് കടയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ നിന്ന് വിൽക്കണുണ്ടല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്ന് അതും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇനി അതെന്തെങ്കിലും നോക്കിയിട്ട് വേണം അടുത്ത പണി. നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞൊരു മസാല ദോശ, അമ്പലത്തിൽ പോയൊരു മസാല ദോശ അത് നിർബന്ധമാണല്ലോ. അപ്പം ഞങ്ങൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും മസാല ദോശയുടെ കറി തിന്നില്ല. അതുകൊണ്ട് നെയ് റോസ്റ്റാണ് കണ്ണന് മേടിച്ചത്. അമ്മൂന്ന് മസാല ദോശ മേടിച്ച്, ഞാനും മസാല ദോശ, ഏട്ടൻ ഇഡ്ഡലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് ഇന്നത്തെ ഇത്രയല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.